ന്യൂസിലേക്ക് സ്വാഗതം. ഗ്വാട്ടിമാലയിലെ എസ്കിൻഡില രൂപതയുടെ പുതിയ ബിഷപ്പായി മോൺസിഞ്ഞൂർ ആഞ്ചൽ അന്റോണിയോ റെസിനോസ് ലീമസിനെ നിയമിച്ച് ലിയോ 14 പാപ്പ. നിലവിൽ സ്കാപ്പ ചിക്കിമുല രൂപതയുടെ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു വരികയാണ് പുതിയ നിയമനം. 1963 ജനിച്ച മോൺസിഞ്ഞൂർ റെസിനോസ് റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്ന് ബിബ്ലിക്കൽ തിയോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ്. ഗ്വാട്ടിമാലയിലെ കത്തോലിക്ക സഭ ഈ നിയമനത്തെ വലിയ ആഹ്ലാദത്തോടെയാണ് സ്വീകരിക്കുന്നത്. പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലിക്ക് നേരെ ആക്രമണം. മാർച്ച് 21 പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് നടന്ന സമാധാനപരമായ പ്രകടനത്തിന് നേരെയാണ് 39 വയസ്സുകാരനായ ഒരാൾ പ്രതിഷേധക്കാർക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞത്. സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കാതിരുന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി. എങ്കിലും അതിലെ ഇന്ധനം അവിടെയുണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തെറിച്ചു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ഭീരുത്വപരമായ ആക്രമണം തികച്ചും അംഗീകരിക്കാനാവില്ലെന്നും അക്രമം ഒരിക്കലും സത്യത്തെ സേവിക്കില്ലെന്നും സഭ വ്യക്തമാക്കി. അതേസമയം ആക്രമണത്തെ ലിസ്ബൺ പാത്രിയാർക്കീസ് റൂയി വലേരിയോ ശക്തമായി അപലപിച്ചു. ഗർഭസ്ഥാവസ്ഥയിൽ ജീവൻ നഷ്ടപ്പെട്ട ശിശുക്കളുടെ അനുസ്മരണാർത്ഥം ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ആയിരക്കണക്കിന് കത്തോലിക്ക വിശ്വാസികൾ ഒത്തുകൂടി. മനുഷ്യജീവിതത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണമെന്ന ആഹ്വാനത്തോടെ മാർച്ച് 22 നടന്ന പരിപാടി സെന്റ് മേരീസ് കത്തീഡ്രലിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയോടെയാണ് ആരംഭിച്ചത്. സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷർ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗർഭചിത്രത്തിലൂടെയും മറ്റ് നഷ്ടമാകുന്ന നിരപരാധികളായ ഓരോ ജീവനെയും ഓർത്ത് കർത്താവ് കരയുകയാണെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ജീവന്റെ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ സഭയ്ക്കുള്ള ഉത്തരവാദിത്തവും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിയറ്റ്നാമിലെ കത്തോലിക്ക സഭയുടെ കരുത്തുറ്റ ശബ്ദവും ഹോച്ചിമിൻ സിറ്റിയുടെ മുൻ ആർച്ച് ബിഷപ്പുമായിരുന്ന കർദിനാൾ ജീൻ ബാപ്റ്റിസ്റ്റ് ഫാം മിൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വിയറ്റ്നാമിലെ സഭയെ ആധുനിക കാലഘട്ടത്തിൽ കെട്ടിപ്പടുക്കുന്നതിലും വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1993 മൈത്തോ രൂപതയുടെ സഹായമെത്രാനായി നിയമിതനായ അദ്ദേഹം 1998 ഹോച്ചിമിൻ സിറ്റി ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2003 ജോൺ പോൾ 2 പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. മധ്യപൂർവേഷ്യയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ വിശുദ്ധ നാടിന്റെ സമാധാനത്തിനായി മാർച്ച് 28 പ്രത്യേക ജപമാല പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ജെറുസലേം ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ആഹ്വാനം ചെയ്തു. യുദ്ധം സൃഷ്ടിക്കുന്ന വിവിധ ഭീഷണികളും വെല്ലുവിളികളും കണക്കിലെടുത്താണ് ഈ ആത്മീയ കാര്യത്തിനെ സഭ മുൻകൈ എടുക്കുന്നത്. പ്രാർത്ഥനയുടെ അത്യന്താപേക്ഷിതമായ ഒരു സമയമാണിതെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല പറഞ്ഞു. ഒരു കുടുംബമെന്ന നിലയിലും ഇടവക സമൂഹങ്ങളായും ഒത്തുചേർന്ന പ്രാർത്ഥനയിലൂടെ നിലവിലെ പരിമിതികളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.